എന്റെ കൊച്ചു പാവം എന്റെ മക്കളെ, കാരണം എന്റെ കൊച്ചു പുറത്തിറങ്ങി പഞ്ചപാവ. അവൻ ചിലപ്പോ എന്തെങ്കിലും വഴി സൈഡിൽ എന്തെങ്കിലും വണ്ടി സൈഡ് കൊടുക്കാതിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ല. അന്ന് 10-24 വർഷം കാലാണോ കൈയാണോ വളർന്നേന്ന് നോക്കി വെച്ചോണ്ടിരുന്നതാ. ഞങ്ങള് കാറിനാ എന്റെ മോനെ ജോലിക്ക് വിട്ടോണ്ടിരുന്നത്. ഐവൻ എന്ന് പറയുന്ന ആ പയ്യനെ, ആ പാവപ്പെട്ട പയ്യനെ കാറിന്റെ ബോണറ്റിൽ കിടത്തിക്കൊണ്ട് 1 കിലോമീറ്ററോളം അങ്ങനെ കാർ ഓടിച്ചു. അങ്ങനെ 1 കിലോമീറ്ററിനപ്പുറം കാർ ബ്രേക്ക് പിടിച്ച സമയത്ത് ഐവൻ ബോണറ്റിൽ നിന്ന് തെറിച്ച് നേരെ റോട്ടിലേക്ക് വീണു. അവിടുന്ന് 100 മീറ്ററോളം അവനെ വലിച്ചു വെച്ചു. അവസാനം ചിന്നി ചിതറ അവസ്ഥയിലാണ് ആ പാവം ചെറുപ്പക്കാരന്റെ മൃതശരീരം ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തിനെ കുറിച്ചാണെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതെ, കേരളം മുഴുവനും ഇന്നലെ ചർച്ച ചെയ്ത ഐവിൻ ജിജോ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മരണത്തെ കുറിച്ചാണ്. അതിദാരുണവും അതിക്രൂരവുമായിട്ടാണ് ആ പയ്യൻ കൊല്ലപ്പെട്ടത്. ഒരു കുടുംബത്തിന് മുഴുവനും പ്രതീക്ഷയായിരുന്നു അവൻ. ആ ഒരു പ്രതീക്ഷയാണ് ഒറ്റയടിക്ക് ഇല്ലാതായത്. ഈ മരണപ്പെട്ട ഐവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവൻ ഈ നെടുമ്പാശ്ശേരിയിലെ ഈ ഫ്ലൈറ്റിലൊക്കെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു കാറ്ററിംഗ് സ്ഥാപനത്തിൽ ഷെഫായിട്ട് ജോലി ചെയ്യുകയാണ്. അവൻ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ച് കോളേജിൽ നിന്നും ഡയറക്റ്റ് അവിടേക്ക് പ്ലേസ്മെന്റ് കിട്ടിയതാണ്. ഐവിനെ സംബന്ധിച്ചിടത്തോളം അവന് നാട്ടിൽ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എങ്ങനെയും നാട്ടിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ആക്കി യൂറോപ്യൻ രാജ്യത്ത് പോയി സെറ്റിൽ ആവണമെന്നാണ് അവന്റെ ആഗ്രഹം. പിന്നെ അറിയാം, ഇത്തരം ജോലികൾക്കൊക്കെ യൂറോപ്യൻ രാജ്യത്താണ് സ്കോപ്പ്. പിന്നെ ഐവിന്റെ മാതാപിതാക്കൾക്കാണെങ്കിലും അവനെ നാട്ടിൽ നിർത്താൻ വലിയ താല്പര്യമൊന്നുമില്ല. അവനെ യൂറോപ്പിലേക്ക് അയക്കാനാണ് അവർക്ക് ഇഷ്ടം. അവൻ അവിടെ പോയി സെറ്റിൽ ആവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയുള്ള ഒരു മാനസിക തയ്യാറെടുപ്പിലായിരുന്നു. പിന്നെ ഐവിനെ മാതാപിതാക്കൾക്ക് കൂടെ നിർത്താനുള്ള ആഗ്രഹക്കുറവുകൊണ്ടൊന്നും അല്ല കേട്ടോ അവനെ യൂറോപ്പിലേക്ക് അയക്കണമെന്ന് പറഞ്ഞത്. ഇനി ആരും അങ്ങനെ വിചാരിക്കേണ്ട. ഒരു സാധാരണക്കാരന് ജീവിച്ചു പോകാനുള്ള ചുറ്റുപാട് നമ്മുടെ നാട്ടിലില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. മകൻ സാമ്പത്തികമായി നല്ല രീതിയിൽ വളരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവനെ യൂറോപ്പിൽ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യാമെന്ന് അവർ ആഗ്രഹിച്ചത്. ഇനി ഐവിന്റെ മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവരൊരു സ്വകാര്യ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരാണ്. എന്തായാലും ഇതൊക്കെയാണ് ഐവിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എനിവേ, കൊല്ലപ്പെട്ട ദിവസം രാത്രി ഒരു 9 മണിക്ക് ശേഷം ഐവിൻ അന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്നും തന്റെ സ്വന്തം ആൾട്ടോ കാർ എടുത്ത് ഐവിൻ പുറത്തേക്ക് ഇറങ്ങി. ഐവിന് ജോലി കിട്ടിയ സമയത്ത് സ്വന്തം മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുത്ത കാറാണ് കേട്ടോ ഈ ആൾട്ടോ കാർ. ഐവിൻ ആൾട്ടോ കാർ മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുത്തതിന് പിന്നിലും ഒരു കാരണമുണ്ട്. അതായത് ഈ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഐവിൻ എപ്പോഴും രാത്രിയൊക്കെ യാത്ര ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ ഈ ബൈക്കറൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പട്ടിയോ മറ്റോ കുറുകെ ചാടുമെന്ന് വിചാരിച്ചിട്ടാണ് കാർ വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഐവിന്റെ മാതാപിതാക്കളുടെ കെയറിങ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇങ്ങനെ ഇവർ സ്വന്തം മകനെ കെയർ ചെയ്ത് കൊണ്ടു നടന്നതാണ്. എന്തായാലും തന്റെ ആൾട്ടോ കാർ എടുത്ത് ഐവൻ റോട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഐവൻ കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ച് ഒരു കട്ട് റോഡിലേക്ക് കാർ എടുക്കുന്നു. അങ്ങനെ കട്ട് റോഡിലേക്ക് എടുത്ത് മുന്നോട്ട് പോയ സമയത്ത് എതിരെ ഒരു എക്സ്പ്രസോ കാർ വരുന്നു. ഐവന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന എക്സ്പ്രസോ കാറിൽ ഉണ്ടായിരുന്നത് 2 CISF ഉദ്യോഗസ്ഥരായിരുന്നു. ഈ CISF എന്താണെന്ന് അറിയാലോ, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് എന്നാണ്. അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി രൂപീകരിച്ച ഒരു പ്രത്യേക പോലീസ് ഫോഴ്സ് ആണിത്. അപ്പൊ അതിൽ SI ആയിട്ടുള്ള വിനയ് കുമാറും പിന്നെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള മോഹനനുമാണ് ആ കാറിലുണ്ടായിരുന്നത്. എനിവേ, കട്ട് റോഡിൽ നിന്നും 2 കാറും ഓപ്പോസിറ്റ് വന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാർ സൈഡ് കൊടുക്കാതെ 2 പേർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നു. അങ്ങനെ ഐവിൻ തന്നെ ആൾട്ടോ കാർ സൈഡ് കൊടുക്കുന്നു. എക്സ്പ്രസോയിൽ ഉണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥർ ഐവിന്റെ കാറിനെ മറികടന്നു പോകുന്നു. പക്ഷെ അങ്ങനെ മറികടന്നു പോകുന്നതിനിടക്ക് ചെറുതായിട്ട് ഈ എക്സ്പ്രസോ കാർ ഐവിന്റെ ആൾട്ടോ കാറുമായി ഒന്ന് തട്ടുന്നു. ഐവിന്റെ കാറിന് സ്ക്രാച്ച് വരുന്നു. ഒരു കാർ മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, സ്വന്തം കാറിന് എന്തെങ്കിലും സ്ക്രാച്ച് സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും. പ്രത്യേകിച്ച് ഒരാൾ തട്ടി സ്ക്രാച്ച് ആക്കിയിട്ട് നിർത്താതെ പോകും കൂടി ചെയ്തു കഴിഞ്ഞാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യമായിരിക്കും അയാളോട്. ഐവിനും അതേ ദേഷ്യം തന്നെ ഉണ്ടായെന്നുള്ളതാണ്. ഐവിൻ എന്താക്കി, കാറ് വലിച്ചവരുടെ പിന്നാലെ വിട്ടു. എന്നിട്ട് എക്സ്പ്രസോ കാറിന് ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഐവിന്റെ ആൾട്ടോ കാർ നിർത്തി. എന്നിട്ട് തന്റെ കാർ സ്ക്രാച്ച് ആക്കിയതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ വേണ്ടി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി CISF ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു. അതിനിടയ്ക്ക് CISF ഉദ്യോഗസ്ഥർ എന്താക്കുന്നു, ഐവിന് നേരെ മിഡിൽ ഫിംഗർ കാണിക്കുന്നു. അത് ഐവിനെ കൂടുതലായിട്ട് ചൊടിപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള CCTV ഫുട്ടേജ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതൊന്ന് കണ്ടോക്കാം. ഓക്കെ, ഇവര് തമ്മിലുള്ള സംഭാഷണം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് തന്നോട് മിഡിൽ ഫിംഗർ കാണിച്ച് CISF ഉദ്യോഗസ്ഥരോട് ഐവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് നടുവിരൽ കാണിച്ചത്, എന്തിനാണ് നടുവിരൽ കാണിച്ചത് എന്ന്. അന്നേരം തിരിച്ച് CISF ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണോ കാർ ഓവർടേക്ക് ചെയ്യേണ്ടതെന്ന്. അന്നേരം തന്നെ ഐവൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട്, ഞാൻ പോലീസിനെ വിളിക്കും. അത് കേട്ട് CISF ഉദ്യോഗസ്ഥരുടെ സംസാരത്തിന് ടോണൊക്കെ മാറുന്നുണ്ട്. പിന്നെ ഭയങ്കര വെപ്രാളപ്പെട്ടാണ് ഇവർ സംസാരിക്കുന്നത് അല്ലേ. അങ്ങനെ വെപ്രാളപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ 2 CISF ഉദ്യോഗസ്ഥരും നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങാനും ഐവന് പോലീസ്
പോലീസുകാരെ വിളിച്ചു കഴിഞ്ഞാണെങ്കിൽ രണ്ടുപേരും പിടിക്കപ്പെടുമല്ലോ. പിന്നെ CISF ഉദ്യോഗസ്ഥരും കൂടി ആകുമ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ച കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവർക്ക് നാണക്കേടാണല്ലോ. അതുകൊണ്ടാകാം അവർ അവിടുന്ന് വെപ്രാളം കാണിച്ചത്. എന്തായാലും ഈ വെപ്രാളത്തിനൊടുവിൽ ഇവര് കാർ എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ഐവൻ എന്താക്കുന്നു? മുന്നോട്ട് വട്ടം ചാടി നിൽക്കുന്നു. ഐവൻ കരുതിയത് താൻ വട്ടം ചാടി നിന്ന് കഴിഞ്ഞാണെങ്കിൽ അവർ കാർ മുന്നോട്ട് അടിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഐവിന്റെ കണക്ക് കൂട്ടലുകൾക്ക് വിപരീതമായി അവർ ഐവിനെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു. ഇടി കൊണ്ട് ഐവൻ നേരെ കാറിന്റെ ബോണറ്റിലേക്ക് തെറിച്ചു വീഴുന്നു. പക്ഷെ അവിടെ കൊണ്ടൊന്നും അവർ കാർ നിർത്തിയില്ല, കാർ മുന്നോട്ടെടുത്തു. ഐവൻ ആണെങ്കിൽ കാറിന്റെ ഫ്രണ്ട് ബോണറ്റിൽ അള്ളി പിടിച്ചു കിടന്നു. അങ്ങനെ കാർ മുന്നോട്ട് പോകുന്നതിന്റെ CCTV ഫുട്ടേജ് ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം. അതിൽ കാറിന്റെ ഫ്രണ്ടിലായി റൗണ്ട് ഇട്ട് കിടക്കുന്നതാണ് ഐവൻ എന്ന് പറയുന്നത്. എന്തായാലും ഏകദേശം 1 കിലോമീറ്ററോളം കാർ ഇങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അങ്ങനെ 1 കിലോമീറ്ററിന് അപ്പുറം എത്തിയ സമയത്ത് കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. ഈ ബ്രേക്ക് ഇട്ട സമയത്ത് കാറിന്റെ ഫ്രണ്ട് ബോണറ്റിൽ ഉണ്ടായിരുന്ന ഐവൻ നേരെ തെറിച്ച് റോഡിലേക്ക് വീഴുന്നു. റോഡിൽ എവിടെയാണ് വീഴുന്നത്? കാറിന്റെ ടയറിന് മുന്നിലായിട്ട്. അവർക്ക് അവിടെ വേണമെങ്കിൽ കാർ ഒന്ന് ബാക്കൗട്ട് എടുത്ത് ഐവനെ വെട്ടിച്ച് അങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷെ അവരത് ചെയ്തില്ല. അവരങ്ങനെ കാർ മുന്നോട്ടെടുത്തു. അങ്ങനെ റോഡിനും ടയറിലും ഇടയിൽ പെട്ടുകൊണ്ട് ഐവൻ ചതച്ചരക്കപ്പെട്ടു. 100 മീറ്ററോളം കാർ അങ്ങനെ ചതച്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നാണ് പറയപ്പെടുന്നത്. അവസാനം നാട്ടുകാരാരൊക്കെയോ ഈ സംഭവം കാണുകയും അവർ ഓടിക്കൂടുകയും ഈ CISF ഉദ്യോഗസ്ഥർക്ക് 2 കൊടുക്കുകയും ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും സംഭവ സ്ഥലത്തുണ്ടായ സ്ഥലത്തെ കൗൺസിലർ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞ കേട്ടാണ്ടല്ലോ തൊലിരിഞ്ഞു പോകും. ഒന്ന് കേട്ടു നോക്കി. അപ്പോൾ ആളെ നമുക്ക് ഒരു കാറിലോ ജീപ്പിലോ ഒന്നും എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ജീവനുണ്ടെങ്കിൽ നമുക്ക് ലെൻസിലൊക്കെ കുത്തിക്കയറി കഴിഞ്ഞ പ്രശ്നമുള്ളൂ. അപ്പോൾ അതിന് ആംബുലൻസ് വിളിച്ചു. ഒരു 5 മിനിറ്റിനുള്ളിൽ ആംബുലൻസ് വന്നു. ആംബുലൻസ് വന്ന് ഞാനും തൊട്ടടുത്തുള്ളൊരു പയ്യനും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പോലീസും കൂടെ വന്നായിരുന്നു. മരിച്ച ആളെയാണ് ഞങ്ങൾ ആംബുലൻസ് കൊണ്ടുപോയത്. ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും പോലീസ് മറ്റേ CSF ജവാനെയും പോലീസ് ജീപ്പിൽ കൊണ്ടുവന്നു. ഞങ്ങൾ ആംബുലൻസിൽ നിന്ന് ഈ മരിച്ച ആളെ ഇറക്കുമ്പോൾ തന്നെ മലം വണ്ടിയിൽ കിടപ്പുണ്ടായിരുന്നു. മലം ഉണ്ടായിരുന്നു, കട്ടച്ചോര, മൂക്കിൽ നിന്ന് വായിൽ നിന്ന് കട്ടച്ചോര ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം ഒരു സംശയം തോന്നി. ഹോസ്പിറ്റലിൽ കയറ്റി കാഷ്വാലിറ്റി കയറ്റി. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞ ആൾ മരിച്ചു. എന്തായാലേ ഒന്ന് എടുത്തു പൊക്കാൻ പറ്റാതെ ചതച്ചരക്കപ്പെട്ട നിലയിലാണ് ഇവർക്ക് ഡെഡ് ബോഡി ലഭിച്ചത്. അത് അനുഭവിക്കേണ്ടി വന്ന ആ കൗൺസിലറുടെയും നാട്ടുകാരുടെയും അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ആവാം. എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കി. ഒരാളെ ഇടിച്ച് ബോണറ്റിലാക്കിക്കൊണ്ട് 1 കിലോമീറ്ററോളം കാർ സഞ്ചരിക്കുക, അതിനുശേഷം ബ്രേക്ക് ഇട്ട് അവരെ റോഡിലേക്ക് ആക്കിക്കൊണ്ട് ചതച്ചരിച്ചുകൊണ്ട് വീണ്ടും 100 മീറ്റർ സഞ്ചരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു നോർമൽ മനുഷ്യന് ചെയ്യാൻ കഴിയും? എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചെയ്യുന്ന ആൾ സൈക്കോ ആയിരിക്കണം, അതല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ലഹരി പുറത്ത് അൺകോൺഷ്യസ് ആയി ചെയ്യണം. ഇവിടെ 2 പേരും മദ്യലഹരിയിലായിരുന്നു. അതിന്റെ പുറത്ത് ചെയ്തതാണ് ഈ സംഭവം. അതുകൊണ്ടാണ് മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണെന്ന് പറയുന്നത്. മദ്യപിച്ച് സ്വഭാവം നഷ്ടപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ പിന്നെ എന്തും ചെയ്യാൻ മടിക്കില്ല മനുഷ്യന്മാര്. അതിനെങ്കിലും ഇത്തരം സംഭവങ്ങളിലൂടെ നമ്മുടെ തലമുറ മനസ്സിലാക്കണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സംഭവം നടന്ന സ്ഥലം മറുനാടൻ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ചാനൽ ഇന്നലെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഐവൻ റോഡിലൂടെ ചതച്ചരിക്കപ്പെട്ട ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇപ്പോഴും ആ നനവ് പോയിട്ടില്ല. അത് നിങ്ങളൊന്ന് കണ്ടുനോക്കി. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെയുള്ള ഈ ഒരു പാട് ഈ കാറിൽ നിന്ന് താഴേക്ക് വീണ ഐവിൻ ജിജോ ഉരഞ്ഞ പാടാണ്. അദ്ദേഹത്തിൻ്റെ ശരീരം ഉരഞ്ഞ് പോയതിൻ്റെ പാടാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏകദേശം 100 മീറ്ററോളം ദൂരത്തിലാണ് ഇത്തരത്തിൽ ഐവിൻ ജിജോയെ ഇടിച്ച് വലിച്ചിഴച്ചുകൊണ്ട് ഈ കാർ വന്നത്. പിന്നീട് ഈ കാണുന്ന വീടിന് മുമ്പിൽ വാഹനം നിൽക്കുകയായിരുന്നു. എന്തായാലും ഐവിന്റെ ചോരപ്പാടിന്റെ നനവാണ് നമ്മളിപ്പോ കണ്ടത്. കാണുമ്പോൾ തന്നെ എന്തോ ആവാം, വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ. എന്തായാലും ഐവിനെ കൊന്ന ഈ 2 CISF ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവർ കേരളക്കാരല്ലേ കേട്ടോ, ബീഹാർ സ്വദേശികളാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഐവിന്റെ അമ്മയും അച്ഛനും ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു നിൽക്കാൻ പറ്റാത്തതാണ് മക്കളെ. അവരുടെ സംസാരം കേട്ട് റിപ്പോർട്ട് ചെയ്യാൻ വന്ന റിപ്പോർട്ടർ വരെ കരഞ്ഞുപോയി. നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടോക്കി. എന്റെ കൊച്ചു പാവം എന്റെ മക്കളെ. കാരണം എന്റെ കൊച്ചു പുറത്തിറങ്ങി പഞ്ചപാവ. അവൻ ചിലപ്പോ എന്തെങ്കിലും വഴി സൈഡിൽ എന്തെങ്കിലും വണ്ടി സൈഡ് കൊടുക്കാതിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇച്ചിരി എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ല. അന്ന് 10-24 വർഷം കാലാണോ കൈയാണോ വളർന്നതെന്ന് നോക്കി വെച്ചോണ്ടിരുന്നതാ. ഞങ്ങൾ കാറിനാ എന്റെ മോനെ ജോലിക്ക് വിട്ടുകൊണ്ടിരുന്നത്. ഏത് ബൈക്ക് രാത്രിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ വല്ല പട്ടി വട്ടം ചാടിക്കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും സംഭവിച്ചാലോന്ന് വിചാരിച്ച് ഞങ്ങൾ കാറിന് വിട്ടുകൊണ്ടിരുന്ന. അത്രയ്ക്ക് പോലും കെയർ ചെയ്തുകൊണ്ടിരുന്നതാ. എന്നിട്ട് ഈ കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞ് ഈ കാലോ കയ്യോ അവർക്ക് വേണമെങ്കിൽ തല്ലി ഓടിക്കായിരുന്നു. അല്ലാതെ എന്റെ കൊച്ചിനെ കൊല്ലേണ്ട കാര്യമില്ലായിരുന്നു. ഞങ്ങൾ 2 പാവങ്ങളാ. ഓരോ ഉപദ്രവവും അറിഞ്ഞുകൊണ്ട് ആരോടും ഞങ്ങൾ ചെയ്യണില്ല. ഞങ്ങൾ 2 മെഡിക്കൽ ഫീൽഡാ. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എങ്ങനെയാന്ന് ഓരോരുത്തരുടെ മനസ്ഥിതി. അതറിഞ്ഞിട്ട് ചിന്തിക്കണോരാ. ഈ നാട്ടിൽ പോലെ എനിക്ക് നിൽക്കാൻ ആഗ്രഹമില്ല. അപ്പൊ എന്റെ മക്കളെ ഇനി ഒരു മോളുണ്ട്, ഇനി എന്താ ചെയ്യണേന്നറിയില്ല. ഞാൻ പുറത്ത് പോയ ആളാ. ഇത്രയും നശിച്ച ഒരു നാടാണെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇവിടെ നിൽക്കില്ലായിരുന്നു. മക്കളെ പോലും ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു നാട്. എനിക്ക് വേറെ ഒന്നും പറയാനല്ല. ഓരോ അമ്മയുടെയും ദുഃഖമോ. ഇനിയുള്ള ആൾക്കാരും എങ്ങനെ ഇവിടെ ജീവിക്കും? പുതിയ തലമുറ എങ്ങനെ ഇത് കൊലവിളിയാണെങ്കിൽ
സത്യം ഞാൻ പറയുമോ, ഞാൻ ഇപ്പോഴും കുറ്റബോധം തന്നെ ഉണ്ട്. പുറത്തേക്ക് യൂറോപ്യൻ കൺട്രീസിലേക്ക് പോയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയെങ്കിൽ എന്റെ കൊച്ചിപ്പൊ ജീവനോടെ ഇവിടെ ഇരുന്നേനെ. ഒരിക്കലും എന്റെ കൊച്ചു മരിച്ചു പോകില്ലായിരുന്നു. അപ്പോഴും നാടാണല്ലോ നല്ലതെന്ന് വിചാരിച്ച് ഞാൻ നിന്നതാ. എനിക്ക് ഏറ്റവും ദുഃഖമുള്ള കാര്യം, നമ്മളെ സംരക്ഷണം നൽകേണ്ട CSFന്റെ ആൾക്കാർ തന്നെയാണ് ഇത്രയും ക്രൂവലായിട്ടുള്ള ഒരു സംഗതി ചെയ്തതെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. അത് മാത്രമാണ് കാരണം. വേറെ ആരെങ്കിലും കള്ളു പിടിച്ചിട്ടോ അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചിട്ടോ ചെയ്തിരുന്നെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അത്രയും സങ്കടം ഉണ്ടാവില്ലായിരുന്നു. സത്യം, ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടവർ തന്നെ കൊലപാതകികളായി മാറിക്കഴിഞ്ഞാണെങ്കിൽ എന്താണ് അവസ്ഥ? പിന്നെ ഇവര് പറയുന്ന പോലെ ആ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. എന്തായാലും ഐവിന്റെ അമ്മയുടെ സംസാരം കേട്ടിരിക്കാൻ പോലും പ്രയാസമാണ് അല്ലേ. ഇത് കേട്ട റിപ്പോർട്ടർ പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ ആ ദൃശ്യങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്തായാലും നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഐവിനെ കൊന്ന 2 CSF ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ സസ്പെൻഡ് ചെയ്തു. 2 പേരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. അതുപോലെ തന്നെ നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ 2 പേർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെയെങ്കിലും ഈ മാതാപിതാക്കൾക്ക് നീതി ലഭിക്കട്ടെ. കൂടുതലായിട്ട് ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.